കാള കിടക്കും കയറോടും എന്ന് പറഞ്ഞാൽ തനിക്കെന്തോ മനസ്സിലായി? മാജിക് കാണിക്കുന്ന കയറുകൊണ്ട് കാളയെ കെട്ടുമ്പോൾ കാളയടക്കം കയറോടും. അയ്യടാ, എന്തൊരു ബുദ്ധി! കിണറ്റിലെ കപ്പിയും കയറും മോശമല്ല, പക്ഷേ പഴഞ്ചൊല്ലിൽ കാളയെന്ന് പറഞ്ഞാൽ കാളയല്ല, കയറെന്ന് പറഞ്ഞാൽ കയറുമല്ല. ബാലുവിന്റെ ഡൽഹി യാത്ര അവനിവിടെ തന്നെ ഉണ്ട്, ആഗ്രഹം മാത്രം വിമാനത്തില്. Silence, silence, silence. അവരപ്പോഴേ മറന്നെന്നാണ് എല്ലാരും കരുതിയത്. അതല്ലേ സാറന്ന് DD കാണാൻ വന്നപ്പോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഞങ്ങളും ആശ കൈവിട്ടിരുന്നു. അപ്പോ അഞ്ജലി ഗുപ്ത പറഞ്ഞു പോയ കാര്യങ്ങൾ അക്ഷരം പ്രതി പാലിച്ചു. വിമാന ടിക്കറ്റുകൾ. ഒന്ന് ബാലുവിന് ഇവിടെ നിന്ന് മദ്രാസ് വഴി കൽക്കത്തയ്ക്കുള്ളത്, മറ്റത് അവന്റെ കൂടെ പോകുന്ന ഫാദർ അയ്യനേത്തിന് അങ്ങോട്ട് പോകാനും തിരികെ വരാനും. അപ്പോ കൽക്കത്തയിലേക്കാണോ പോക്ക്? അതെ, ശാന്തിനികേതനിൽ ചിത്രകല പഠിക്കാൻ പോവുകയാണ് ബിരുദൻ. 5 വർഷം അവിടെ പഠിക്കാനുള്ള സ്കോളർഷിപ്പ്, സെലക്ഷൻ ലെറ്റർ ഇതാ. പിന്നെ 2 വർഷം പാരീസിൽ പ്രത്യേക പരിശീലനം. കൽക്കത്തയിലെത്തിയാൽ അവിടെ നിന്ന് പറയാം. സെൻഗുപ്ത എന്നൊരാൾ ഇവരുടെ പേരെഴുതിയ ബോർഡുമായി വിമാനത്താവളത്തിൽ കാത്തു നിൽക്കും. അയാൾ അവരെ ശാന്തിനികേതനിലെത്തി. എല്ലാം വളരെ വിശദമായി പ്ലാൻ ചെയ്തിരിക്കുകയാണല്ലോ. നമ്മളല്ല, അഞ്ജലി ഗുപ്തയുടെ പണിയല്ലേ എല്ലാം. തീർന്നില്ല. ഇത് ബാലുവിന് തൽക്കാലം യാത്രയ്ക്ക് വേണ്ട ഉടുപ്പുകളോ പെട്ടിയോ ഒക്കെ വാങ്ങാനുള്ള 5000 രൂപ. അന്നവർ താല്പര്യം കാണിച്ചെങ്കിലും ഇത്ര ഭംഗിയായി കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതൊക്കെ നമ്മുടെ പരിപാടികളല്ലേ സാറേ. ഒന്ന് പറയുക, പിന്നെ പറഞ്ഞതങ്ങ് മറന്നു പോവുക, മറ്റൊന്ന് പ്രവർത്തിക്കുക. എടാ ബാലു, നീ പണി പറ്റിച്ചല്ലോടാ. കുട്ടിയെയും ഫാദറിനെയും എയർപോർട്ടിൽ എത്തിക്കുന്ന പണിയെല്ലാം നിങ്ങളേറ്റല്ലോ. ഇത്ര പെട്ടെന്ന് മോനെ പിരിയേണ്ടി വരുമെന്ന് അമ്മ തീരെ വിചാരിച്ചില്ല. അമ്മ പോകുന്നത് അമ്മയുടെ കുറ്റം കൊണ്ടല്ലോ, ഞാൻ പോകുന്നത് എന്റെയും കുറ്റമല്ല. മോൻ വലിയ ആളാവുമ്പോ അമ്മയെ കാണാൻ വരണം. അപ്പോഴും അമ്മ ഇതെല്ലാം ഓർത്തിരിക്കോ? മോനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? നിന്നെ പിരിയാന്ന് വെച്ച മോൻ യാത്രയാവുന്നത് കാണാൻ അമ്മയ്ക്ക് ധൈര്യമില്ല. അപ്പോ അമ്മ വിമാനത്താവളത്തിൽ വരുന്നില്ലേ? മോനെ അമ്മ പലപ്പോഴും വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? മോനെ പോകാറായപ്പോ ഒന്നും വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ. ബാലുവിനി എന്ന് വരും? എനിക്കൊന്നും അറിയില്ല ശ്യാമേ. ഞങ്ങളെയൊക്കെ കാണാൻ തോന്നിയ ബാലു എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? ഓർത്ത് സങ്കടപ്പെടും. സുന്ദരി തന്നിട്ട് പോയതാ, ഓർക്കാലോ നമുക്ക്. സുന്ദരിയും പിന്നെ ഇന്ന് നീ എന്തായാലും അമ്മയോടൊപ്പം കിടന്നാ മതി. കൽക്കത്തയിലൊക്കെ പോയാ ഇനി എന്നാണ് മോനെ കാണുന്നത്? കൽക്കട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര പട്ടണം, ആൾക്കൂട്ടവും കാറും. ഞങ്ങളൊരിക്കൽ പോയി. ബാലു, അമ്മയ്ക്ക് അവിടുന്ന് പടങ്ങൾ വരച്ചയക്കൂ. നേരത്തെ കിടക്ക, രാവിലെ ഉണരാനുള്ളതല്ലേ. മണി 8 കഴിഞ്ഞു. 8:30 തിരിക്കണം. വേഗം ആട്ടെ. അച്ഛനൊരു കത്ത് തന്നു.
ഇനിയിപ്പോ എന്ത് ചെയ്യും? ഈ നേരത്തിന് എന്ത് ചെയ്യാൻ? അതാ എച്ചം വന്നല്ലോ. മണി 9:30 കഴിഞ്ഞു. പ്ലെയിനിന്റെ സമയം കഴിഞ്ഞു പോവോ? അച്ഛൻ ഒരിക്കലും താമസിക്കില്ല. ഈശ്വര, കാര്യം നടക്കണമെങ്കിൽ നിങ്ങൾ ഒരു ടാക്സി പിടിക്കുന്ന നല്ലത്. ടാക്സി എത്തണമെങ്കിൽ ഇനി അരമണിക്കൂറോ? അത് പറ്റില്ല. അച്ഛൻ കൂടെ പോവേണ്ടതാ. അതെ വന്നല്ലോ. അച്ഛൻ ഇന്നലെ പെട്ടെന്ന് നെഞ്ചുവേദനയായി, ആശുപത്രിയിൽ അഡ്മിറ്റായി. അനങ്ങാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുക. കാണാനും പറ്റുകയില്ല. ഈ കത്ത് തരാൻ പറഞ്ഞു. സ്കൂളിൽ ഞാൻ അച്ഛൻ്റെ കത്ത് കൊണ്ട് കൊടുത്തു. മണ്ഡപത്തിന്റെ അടുത്ത് നിൽക്കാൻ തന്നെ പറഞ്ഞ്. സമയം വൈകുന്നല്ലോ. ആ, കുട്ടികൾ ഇവിടെ ഇറങ്ങിക്കോ. വിമാനത്താവളത്തിൽ ഇനി സമയം കളയാനില്ല. ബാലു, വേലായുധൻ സാർ കൂടെ വരും. വേലായുധ സാർ പണ്ട് കൽക്കട്ടയിലേക്ക് പോയിട്ടുള്ളതാ, പരിചയമുണ്ട്. വരൂ, സമയമാകുന്നു. സാർ അപ്പൊ ഈ വണ്ടിയിൽ കയറിക്കോ. ഞങ്ങൾ പിന്നാലെ വന്നേക്കാം. അവിടെ ഞങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കണ്ട. ഉം. അപ്പൊ ബാലു, ശരി. വാ. നന്നായി വാ. ബാലു വേണു, ബാലു